പയ്യന്നൂർ രാമന്തളിയിൽ വീട്ടിൽ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ നിന്ന് കീടനാശിനിയും കുപ്പിയിൽ പാലും കണ്ടെത്തി. മക്കൾക്ക് വിഷം നൽകി കലാധരനും അമ്മ ഉഷയും തൂങ്ങി മരിച്ചു എന്നാണ് നിഗമനം. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് സംശയം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മിഥുൻ പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, പറയൂ. രോഹിണി, ഒരു കുടുംബ വഴക്കിൻ്റെ അന്ത്യം വലിയൊരു ദുരന്തത്തിൽ കലാശിച്ച ഒരു സംഭവത്തിനാണ് ഇന്നലെ ഈ രാമന്തളി എന്ന ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇവിടെ രാമന്തളിയിലെ കലാധരനും അദ്ദേഹത്തിൻ്റെ അമ്മ ഉഷയും അതുപോലെ തന്നെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ നാളായി ഈ കലാധരനും ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നൊരു വിധി വന്നു. അതായത് മക്കളെ ഈ ഭാര്യയോടൊപ്പം ഇടാൻ വേണ്ടി വിധി വരികയും ചെയ്തു. പക്ഷേ അതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു കലാധരൻ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് ഈ കുട്ടികളെ ഇവിടെ നിന്ന് അവിടേക്ക് പോകാൻ തയ്യാറാകാത്തതിന് തൊട്ടു പിന്നാലെ ഈ കലാധരൻ്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ പോലീസിൽ ഇവർ വിവരം അറിയിക്കുകയും പോലീസ് ഈ വീട്ടിലേക്ക് വന്ന് കലാധരനോട് കുട്ടികളെ മാതാവിനൊപ്പം പറഞ്ഞു വിടണമെന്ന് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. തൊട്ടു പിന്നാലെ ഇവരെ വൈകിട്ടോടുകൂടി ഇവരെ കാണാനില്ല, അല്ലെങ്കിൽ വീട്ടിൽ ആളില്ലാത്ത ഒരു സാഹചര്യം വന്നു. അതായത് വീട് അടച്ച നിലയിലായിരുന്നു. തുടർന്ന് ഇവരുടെ പിതാവ് ഇവിടെ വന്ന് നോക്കിയ സമയത്ത് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് കുട്ടികളെ നിലത്ത് മരിച്ച നിലയിലും അതുപോലെ തന്നെ കലാധരനെയും അമ്മ ഉഷയെയും മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ വിവരമറിഞ്ഞ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഒരു സംഭവത്തിൻ്റെ വസ്തുത എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഏകദേശം ഉച്ച സമയത്താണ് നടക്കുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ താവളിയാട് ക്ഷേത്രത്തിലെ ഒരു കമ്മിറ്റി ഭാരവാഹിയാണ്. അവിടെ കളമ്പണി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കളമ്പണി നടന്നു കൊടുക്കുമ്പോൾ 5 മണിക്ക് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. 5 മണിക്ക് പോയിട്ട് ഞാൻ വരുന്നത് ഒരു 11 മണിക്ക് ശേഷമാണ് വരുന്നത്. വന്ന് ആ സമയത്ത് കുട്ടികൾ ഇവിടെ ഉണ്ട്. 2 കുട്ടികളും ഉണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട്. ചാടി വന്ന് എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ തന്നെ കളിക്കുക കുറേ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇവൻ തന്നെ വന്നിട്ട് അമ്മ ഓനെങ്കിൽ തന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് കൊണ്ടുകൊടുക്കണമല്ലോ, അങ്ങോട്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കണമല്ലോ. അതിന് വേണ്ടി ആയിരിക്കും പോകാനായോന്ന് ചോദിച്ചു. ഇനി പിന്നെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് കൂട്ടിക്കൊണ്ട് ആടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അത്ര സമയം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്നത്. പിന്നെ ഞാൻ ഈ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ ആരും അറിയുന്നില്ല. അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ഉച്ച സമയത്ത്. പിന്നെ വൈകുന്നേരം 4 മണി എനിക്ക് വീണ്ടും സർവാ ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കൊളുത്തുന്നതുണ്ട്. ഞാനാ പോകാറ്. അപ്പോൾ 5 മണിക്ക് ഞാൻ കുളിച്ച് അതിന് പോകുന്നു. അങ്ങനെ അതിന് പോയപ്പോഴാണ് ഈ ഉണ്ണി വിളിക്കുന്നത്, ഈ അച്ഛൻ, ഈ കലാധരൻ്റെ അച്ഛൻ. അവിടെ എന്താ നിങ്ങളെ മരുമോളാടിയില്ലേ, ഈ കലാധരൻ്റെ അമ്മ? അവനുണ്ടല്ലോപ്പാ, എവിടെ കൊണ്ട്? അപ്പോൾ എനിക്ക് സംശയമായി. ഞാൻ ചിലപ്പോൾ കുളിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയില്ല, കുളിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങോട്ടാണ് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം വീട്ടിൽ ഇവർ വന്ന് നോക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ വിളിച്ച് കിട്ടാതപ്പോൾ അയാൾ വന്നിട്ട് ഇവിടെ അന്വേഷിക്കുന്നു. അപ്പോൾ അയാളെന്തോ കടലാസ് കിട്ടി, ആ കുറിപ്പ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരിട്ട് കണ്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. പറഞ്ഞത് മാത്രമേ എന്താണെന്നറിയില്ല. അതിലെന്താ എഴുതിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് പോലീസ് വരുന്നത്. കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് കുടുംബ പ്രശ്നം? ഇതന്നെ പ്രശ്നം. ഒന്നും ചെയ്യില്ല. ഞാനിങ്ങനെ കുട്ടികളുടെ കാര്യം പോലെ ആർക്കും ഒന്നും ഇടുന്ന രക്ഷിതാക്കന്മാർക്കൊന്നും പറഞ്ഞുകൂടാ, അവരെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞുകൂടാ, അവർ സ്കൂളിൽ കറക്റ്റ് സമയത്ത് അവർ സ്കൂളിൽ അയക്കണം എന്ന് പറഞ്ഞു. കവിഞ്ഞ് വേറെ ഒരു കുടുംബ പ്രശ്നം ഇവിടെ ഇല്ല. ഡിവോഴ്സ് അതിന് ശേഷം കുട്ടികളെ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സിന് ഇപ്പോൾ അവൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഡിവോഴ്സ് ഇതൊന്നും പെറ്റീഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളെ കുട്ടികളെ അവരെ വിടണമെന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ ഇങ്ങോട്ട് ഇവന് കൊടുക്കാമെന്ന് കുടുംബ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ വരുന്നത്, കുട്ടികൾ വരുന്നത്. അത് വീണ്ടും പിന്നെ പഴയ സ്വഭാവത്തിലെ അരിഞ്ഞു കൊടുക്കുകയാണ്. കുട്ടീനെ അവിടെ വെച്ചിട്ട് ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി വീണ്ടും കൊടുക്കുക. അങ്ങനെയാണ് പോലീസുകൾ വരുന്നത്. അതല്ല പെറ്റീഷൻ വരുന്നത്, ഇവൻ വീണ്ടും കൂടി കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നാലെ ഇപ്പോൾ മരിച്ചാലേ
ശേഷം ഇവരെ ഇങ്ങനെ കണ്ടെത്തിയതല്ലേ? അതെ. കുടുംബം വലിയൊരു മാനസിക പ്രയാസത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രോഹിണി. കാരണം നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ വലിയൊരു സങ്കടമുണ്ടാക്കുന്നൊരു വസ്തു തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ ഈ ബന്ധു ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് തേടാം. രണ്ടാമത്തെ മകൻ്റെ ഭാര്യ പ്രസവിച്ച സമയത്ത് കുട്ടീനെ നോക്കാൻ വേണ്ടി ദുബായിലേക്ക് പോയ ടൈമിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കുട്ടികളെയും കാണുന്നില്ല. ഇവൻ ദേഹണത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇതാണ് ഇപ്പോൾ പാചകം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പോയ സമയത്ത് പെട്ടെന്ന് ഉച്ചയ്ക്ക് ആരും കാണുന്നില്ല, ഞങ്ങളും കാണുന്നില്ല, 2 കുട്ടികളും കാണുന്നില്ല. അപ്പോൾ ഇവൾ പോയതാണ്. പിന്നെ വൈകിട്ടാണ് ഇങ്ങനെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇൻഫർമേഷൻസ് അറിയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം അപ്പോൾ തന്നെ പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ പയ്യന്നൂർ ഒരു ഡോക്ടറെ അടുത്ത് പോയതാണ്. ആ ഡോക്ടർ ആക്ച്വലി ഇത് ഫേക്ക് റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ വിട്ടയച്ചു. അപ്പോൾ അതിന് ശേഷം ആക്ച്വലി പൈസ കൊടുത്തിട്ട് എന്തോ വേറൊരു റിപ്പോർട്ടാക്കി. അതിൻ്റെ കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലീഗിൽ വന്നത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയില്ല. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനോടുള്ള പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം, കുട്ടി ഇങ്ങോട്ട് നമ്മളോട് വന്നിട്ടാണ് അവൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്, ഓളെ കൊല്ല അങ്ങനെ കുട്ടി പറയാം ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച ഒരു കേസില്ലാതെ അച്ഛൻ നോക്കി ആക്കി ആ കുട്ടി. അപ്പോൾ ഇവർക്ക് ആരോ പറഞ്ഞു കൊടുത്താണ് ഇവൾ ചെയ്യുന്നത്. മാനസികമായിട്ട് ഇങ്ങനെ ഓരോ കേസുണ്ട്. കാരണം അതിന് 2 ദിവസം മുന്നേ ഈ ഉണ്ണിയേട്ടൻ ആക്ച്വലി എന്തോ കുട്ടിനെ കുളിപ്പിക്കാത്തതിൻ്റെ പേരിലോ എന്തോ ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ എന്തെങ്കിലും അവളോട് പറയാൻ അവൾക്ക് വൈരാഗ്യം, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വൈരാഗ്യം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരിക്കും. മാനസികമായിട്ട് അവൻ തളർന്നു. കാരണം കഴിഞ്ഞ കല്യാണം തുടങ്ങി എനിക്കൊന്ന് 6 വർഷം 2018 കണ്ടാണ് 19. ആ സമയം തൊട്ടിട്ട് ഇതുവരെ അവന് മനസ്സമാനമില്ല. കാരണം ഈ വീട് കാര്യങ്ങളെല്ലാം ആക്കിയത് അവർക്ക് ഒരു കുഴപ്പമില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാരണം വലിയ കൂട്ടാണ്. എല്ലാം അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. അവനും ചെയ്യും കുട്ടികളുടെ കാര്യം എല്ലാം ഉണ്ട്. ഇപ്പം തന്നെ കുട്ടീനെ പഠിപ്പിക്കാൻ അവർ പഠിപ്പിക്കുന്നില്ല. കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മെൻ്റലി കുട്ടി ഭയങ്കര ബ്രോക്കായി. കാരണം വെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നിട്ട് അതിന് ഓർമ്മ കിട്ടുന്നില്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി. അപ്പോൾ ആ മൊത്തത്തിൽ കുട്ടി അതിന് ശേഷം അവർക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആ ഒരു വേദനയിലാണ് ചെയ്തതെന്നുള്ള നമുക്ക് തോന്നുന്നത്. ഇപ്പം 3-4 ദിവസങ്ങളായിട്ട് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് അവർ പോകുമ്പോൾ പറയാറില്ല, പുറത്ത് പോകുന്ന സമയത്ത് പറയാറില്ല. അപ്പോൾ ഇന്നലെ നോർമലി എന്ന് വെച്ചിട്ട് 4 മണി ഞാൻ ഇവിടെ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നത് 4 മണിക്ക് ഞാൻ സിറ്റുകളിൽ വന്നിരിക്കുന്ന സമയത്ത് ഈ കലാകാരൻ്റെ അമ്മ ഇവിടെ തൂത്ത് വരുന്നുണ്ടാവും, എൻ്റെ അമ്മയുണ്ടാവും. അപ്പോൾ ഇന്നലെ പുറത്ത് കണ്ടില്ല. ഈ ലൈറ്റ് പുറത്തത്തെ ലൈറ്റ് ഇവിടെ ഇട്ട് വെച്ചു. അപ്പോൾ സംഭവം അങ്ങനെ ഇട്ട് വെക്കുന്ന വെച്ചിട്ട് പുറത്ത് പോയ സമയത്ത് ഇട്ട് വെക്കാറുള്ളൂ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഇവിടെ ആൾ കാണാം. അപ്പോൾ ഇവരുടെ പിന്നെ അമ്മ വീട് ഈ ഉഷ എന്ന് പറയുന്ന അമ്മയുടെ വീട് കാങ്കൂല, അവരവിടെ താമസം. അവിടെ ഇന്നൊരു തെയ്യമുണ്ട്, കളിയാട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയി എന്നല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4 മണി ആ സമയം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഒരു 6 മണിക്ക് പിങ്ക് പോലീസ് വന്നു. അപ്പോൾ ഞാനുണ്ട്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിങ്ക് പോലീസ് വന്നൊരു 3 ലേഡീസ് വന്നിട്ട് ചോദിച്ചു ഈ കലാധരണം കുട്ടികളുടെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് ഇവിടെ ആരുമില്ല. ഉഷേച്ചിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നത്, അത് സാധാ നോർമൽ പോകണം. അപ്പോൾ അവർ പുറത്ത് ഫോൺ യൂസ് ചെയ്യാറില്ല. ഇവിടെ വെച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞു ഇല്ല, റിങ് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ വെച്ചിട്ട് പോകും, കലാധരൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് വരും. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, പിന്നെ അപ്പോൾ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ റിലേറ്റീവ് ഇല്ലെന്ന് വെച്ചു. നമുക്കറിയില്ല സംഭവം എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അവർ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഓഫീസർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവരിവിടെ ഇല്ല, എന്താ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഓഫീസർ പറഞ്ഞു കാങ്കോലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാങ്കോലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ 6:45 പിന്നെ ഉണ്ണിയേടം വരുന്നത്. ഇവിടെ വന്നിട്ടുണ്ടാകേണ്ട ആവശ്യമുണ്ടെന്ന്. ഉണ്ണിയേടം വന്ന സമയത്ത് ഇങ്ങനെ അവരെ വിളിച്ച് കിട്ടുന്നില്ല. ഉണ്ണിയേട്ടൻ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഉഷേച്ചിനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് കലാൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നോട് വന്നിട്ട് ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു, കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേട്ടൻ വന്ന് നോക്കും, ചാവി ഇവർ പുറത്ത് നോക്കി ഇവിടെ വെക്കാറുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ തുറന്നു നോക്കി, അപ്പോൾ ഒന്നും കണ്ടില്ല. അതിനുശേഷം ഉണ്ണിയേട്ടൻ ഡൗട്ട് തോന്നിയിട്ട് എന്തോ തോന്നിയപ്പോൾ ഉണ്ണിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും. അപ്പോൾ അതിനുശേഷം പോലീസ് വന്നിട്ട് നോക്കുമ്പോഴാണ്, വീട് തുറന്നു മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഉണ്ണിയേട്ടൻ ഈ സംഭവം കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ മക്കൾ അവിടെ 2 കിടക്കുന്നുണ്ടായി. താഴെയിൽ ഇങ്ങനെ ഉറങ്ങുന്ന പോയ മക്കളുണ്ട്. അവരെ ഞാൻ കണ്ടില്ല. പിന്നെ ലൈറ്റിട്ട് നോക്കുന്ന സമയത്ത് 2 നോക്കിയിട്ട് കണ്ടു. ആ, ഒരു റൂമിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബന്ധുവായ ബാലുവാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു കുടുംബത്തെ മൊത്തത്തിൽ, ഒരു കുടുംബ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കിയൊരു ദാരുണമായ സംഭവത്തിന് തന്നെയാണ് ഇന്നലെ പയ്യന്നൂർ രാമന്തളി സാക്ഷിയായിരിക്കുന്നത്. രോഹിണി. ശരി മിഥുൻ, അതിദാരുണമായ സംഭവം തന്നെയാണ്.